ഈ ദിവസങ്ങളിൽ ദൈവം പരക്കുമാറാക്കും. കഴിഞ്ഞ നാളുകൾ നീ പരക്കരുതെന്ന് പറഞ്ഞ്, കഴിഞ്ഞ നാളുകൾ നീ വിശാലപ്പെടരുതെന്ന് പറഞ്ഞ്, കഴിഞ്ഞ നാളുകളിൽ നീ വളരരുതെന്ന് പറഞ്ഞ്, നീ പരക്കരുതെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെ മേൽ, നിന്റെ ആത്മീക തലങ്ങളുടെ മേൽ, നിന്റെ ഭൗതിക ജീവിതത്തിൻ്റെ മേൽ, നിന്റെ ശുശ്രൂഷകളുടെ മേൽ ശത്രു വിട്ടുവെച്ച ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി നീ അതിനെ കടക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ വളരെ ശക്തമായി ഈ രാത്രി ദൈവാത്മാ പറയുന്നു, മനുഷ്യനിട്ട ചില ബൗണ്ടറികൾ, പിശാചിട്ട ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി നീ അതിനെ കടന്ന് പരക്കുന്ന ചിലതിന് പരക്കുന്നു. ദേശത്തിന്റെ നടുവിൽ നീ പരക്കാൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ നിന്റെ കുടുംബം പരക്കാൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ നിന്റെ ശുശ്രൂഷ പരക്കാൻ പോകുകയാണ്. എവിടെ നിന്നെ ഒതുക്കി കെട്ടാൻ നോക്കിയോ, എവിടെ നിന്നെ ഒതുക്കി വെക്കാൻ നോക്കിയോ, എവിടെ നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ, നിന്റെ വിശാലതയെ തടഞ്ഞു, അത് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ രാത്രി വിളിച്ചു പറയുന്നു, ഒരു വലിയ വിശാലതയിലേക്ക് നീ കയറുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നീ പരക്കും. ഇന്ന് രാത്രി നീ പരക്കും. ഒരിക്കല് ഒരൊറ്റ ആള് പ്രസംഗിച്ച് തുടങ്ങിയതാണ് ഈ പരിപാടി, അല്ലേ? ഒരൊറ്റ ആള്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, ഒരൊറ്റ ആള് 120 പേരുടെ നടുവിലും, ആമേൻ സ്തോത്രം, പല ഭാഷക്കാർ നോക്കി നിൽക്കെ അതിൻ്റെ നടുവിൽ ഒരൊറ്റയാൾ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ച് തുടങ്ങിയ പരിപാടിയായത്. ഇന്ന് ലോകം മുഴുവൻ ഇത് പരന്നിട്ടുണ്ടെങ്കിൽ, ഓ രാമൻ പറഞ്ഞേ ഹല്ലേലൂയ, ഏതേലും ചില ഹെരോദാവുമാർ, ഏതേലും ചില വ്യക്തികൾ, ഏതേലും ചില ശൗലുമാർ വിചാരിച്ചു എന്ന് പറഞ്ഞ് ഇതിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഓ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനാണെങ്കിൽ ആരെയും നോക്കി ദൈവാത്മാവ് രാത്രി വിളിച്ചു പറയുന്നു, എവിടെയൊക്കെ നിന്നെ ഒതുക്കുമെന്ന് ശത്രു നിന്നെ നോക്കി വെല്ലുവിളിച്ചു, ആ സ്ഥാനത്ത് ഒരു പരക്കുന്ന അനുഭവം, വർദ്ധിക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി എന്റെ ദൈവം നിന്നിലേക്ക് അത് റിലീസ് ചെയ്യുകയാണ്.